എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ സാധാരണ നടക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ചാണ്. നമുക്ക് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. ഇതിൽ പ്രധാന റോൾ എടുക്കുന്നത് പെട്ടെന്ന് ഉദിച്ചുയരുന്ന ചില താരങ്ങളാണ്. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ഉദിച്ചുയരുന്നത്, പെട്ടെന്ന് വളർച്ച പ്രാപിക്കുന്നത് രാഷ്ട്രീയത്തിലുള്ളവരാണ്. എന്നാൽ ഒരുപാട് വർഷങ്ങളോളം വർക്ക് ചെയ്താലും അവർക്ക് ചെന്നെത്താൻ സാധിക്കാത്ത ഏരിയകളിൽ ചുരുക്കൻ ദിവസങ്ങൾ കൊണ്ട് അവരുടെ വാചാല കസർത്തൊക്കെ കൊണ്ട് അവർ ഉയരങ്ങളിൽ എത്താറുണ്ട്. അപ്പോൾ അവർക്ക് ആ വേഗം എത്തിയതിൻ്റെ ആ നേട്ടങ്ങളെ അങ്ങ് മൊത്തം അവരുപയോഗിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇവരാരുടെയൊക്കെ അഡ്വൈസിൽ അവർക്ക് അവരുടേതായ ഓരോ ശൈലികളും ഒക്കെ കാണും. അപ്പോൾ ഇവർക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടാകും, ആണുങ്ങളും ഒപ്പം സ്ത്രീകളും. ഇവരിൽ അനുരാഗരാകുന്ന സ്ത്രീകളിലും കുറവായിരിക്കില്ല, അവരും ഒത്തിരി കാണും. കാര്യം അവർക്കും ഇതൊരു ഹോബിയാണ്. ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുക, കാരണം ഇറ്റ് ഈസ് എ ഷെയിം, നാണക്കേടാണ്. ഞാൻ മൂലം ഒരാളുടെ പേര് പബ്ലിക് അറിയാതിരിക്കട്ടെ. പക്ഷേ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ഏത് ക്യാരക്ടേഴ്സൊക്കെയാണോ അവർക്ക് പേരുണ്ട്, അവരുടെ പേരെല്ലാം അറിയാം, ചെയ്തികളെല്ലാം അറിയാം, പത്രത്തിൽ കൂടിയും നമ്മുടെ എല്ലാ രീതിയിലും അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാനായിട്ട് ആ പേര് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്ന കോലാഹലത്തരം നാളത്തെ തലമുറയ്ക്ക് വളരെ മോശമായ സൂചനകൾ നൽകുകയാണ്. അത് ഇവരോടൊപ്പം ചേർന്ന സ്ത്രീകളും അവരുടെ എല്ലാ കോമാളിത്തരങ്ങളും കാട്ടിക്കൂട്ടി അവസാനം തല്ലിപ്പിരിഞ്ഞ് അതിൻ്റെ റിവഞ്ച് എടുക്കാൻ വേണ്ടി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അടുക്കലേക്ക് ചെല്ലുക, അവരുടെ കാര്യങ്ങൾ പറയുക. അവരിങ്ങനെ നല്ല സമയത്തിന്, ഒരു ഇലക്ഷൻ സമയമാണെങ്കിൽ അത് എതിർ പാർട്ടിക്ക് വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും കൊടുക്കും. എന്തും അത് ഏത് രീതിയിലുള്ള സപ്പോർട്ട്, ഇവൻ സാമ്പത്തിക സഹായം കൊടുക്കും. അപ്പോൾ പിന്നെ അവനെ ഒതുക്കാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെ എത്ര പേരാണ് ഇവിടെ തകർക്കപ്പെട്ടത്. പക്ഷേ അവർ അർഹിക്കുന്നവർ അത് അനുഭവിച്ചേ പറ്റൂ. എന്നാൽ ഒന്ന് മനസ്സിലാക്കി, ഇനിയുള്ള ഈ ചെറുപ്പക്കാരോട് പറയുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പൊസിഷൻ, നല്ലൊരു ഭാവിയും ഏത് ലെവലിലുള്ളതായാലും, ഏത് സ്ഥാനങ്ങൾ, അത് രാഷ്ട്രീയത്തിലായിരുന്നാലും ബിസിനസ്സിലായിരുന്നാലും എന്തായിരുന്നാലും ഒരിക്കലും നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ കളഞ്ഞു കുളിക്കാതിരിക്കുക. ഏതൊരു സ്ത്രീക്കും ഏതൊരു പുരുഷനും പരസ്പരം എല്ലാ സുഖങ്ങളും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അത് എല്ലാവരിൽ നിന്നും കിട്ടണമെന്നുമില്ല. ഇനി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതകാലം മൊത്തം അവരെ സ്വന്തമാക്കി വയ്ക്കാൻ സാധിക്കില്ല. കാരണം നേരായ രീതിയിൽ സിൻസിയറായിട്ടൊക്കെ വന്ന് ബന്ധപ്പെടുന്നവരല്ല. എന്തെങ്കിലും കൊച്ചു കാര്യങ്ങൾ, അതായത് സ്വയം ഇവരറിയാതെ തന്നെ നാം ആരെ സ്നേഹിക്കുന്നു, ആരെ ബന്ധപ്പെടുന്നു, അയാളുടെ ഗ്രൗണ്ട് എന്താണ്, ഇതൊക്കെ അറിയാതെ കയറി പെട്ടെന്നൊരു അനുരാഗമാകുക. അപ്പോൾ കയറി അവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുക, അവസാനം ഗർഭം ധരിക്കുക, അത് ചെയ്യുക. ഇതൊക്കെ ഈ എല്ലാത്ത കോലാഹലങ്ങളൊക്കെ കാട്ടിക്കൂട്ടി പബ്ലിക്കിനെ മോശമായ ഒരു മെസ്സേജ് കൊടുക്കുക. ഇതിൽ കൂടെ കോടതിയുടെ സമയം വേസ്റ്റാക്കുക, പോലീസിൻ്റെ സമയം വേസ്റ്റാക്കുക, മറ്റു പലരുടെയും സമയം വേസ്റ്റാക്കി കളയുന്ന ഈ നികൃഷ്ട ജന്തുക്കളെ നാം കൂടുതൽ എൻ്റർടൈൻ ചെയ്യുക. അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും. ഒരു സ്ത്രീ കല്യാണം കഴിച്ചിട്ടും മറ്റൊരുത്തനായിട്ടൊക്കെ അനുരാഗം തോന്നി പോയി കഴിഞ്ഞാൽ ഇവരെ ഏതിനോട് ഉപയോഗിക്കാം? അവരും തെറ്റുകാരല്ലേ? ഇനി കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ സ്വന്തമാക്കാനോ ആ സ്ത്രീ ഉപയോഗിക്കാനോ ശ്രമിക്കുന്ന പുരുഷനൊന്നും ഇസ്നാട്ടെ അവനെയൊക്കെ മനുഷ്യനായിട്ടൊക്കെ കാണാൻ പറ്റില്ല. ഈ രണ്ട് കൂട്ടർ ഈക്വലി അവർ തെറ്റ് ചെയ്തവരാണ്. എന്നിട്ട് ഒരാൾക്ക് വേണ്ടി മാത്രം സമൂഹം സപ്പോർട്ട് എന്നറിയില്ല. പിന്നെ അതിന് തെളിവുകളൊക്കെ നിരത്തുന്നു.
പക്ഷെ എന്തായിരുന്നാലും തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അതാർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. പിന്നെ ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഏത് വേഷവും കെട്ടാൻ കഴിവുള്ള ചില സ്ത്രീകളുണ്ട്. അവർക്ക് ചില ബെക്ക് ട്രാക്ക് റെക്കോർഡ്സുകളുണ്ട്. അവർക്ക് ആരെങ്കിലും ഒതുക്കണമെങ്കിൽ ആ റെക്കോർഡിൻ്റെ കുറച്ച് വല്ല വീഡിയോ കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിനെ സമീപിച്ചാൽ അവർ പവർഫുൾ നേതാവാണ്, ഭരണമുള്ളവരാണ് എങ്കിൽ അവർക്ക് എല്ലാം ചെയ്യാൻ പറ്റും. മറ്റവൻ്റെ കേസ് വളരെ മോശമായി പോവും, അവൻ ജയിലിൽ പോവുക തന്നെ ചെയ്യും. കാരണം ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംഭവം. ഒരു ഇലക്ഷൻ വരുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു 1-2 പെണ്ണുങ്ങൾ ഇങ്ങനെ പൊട്ടി മുളയ്ക്കും, ആരോപണങ്ങളായിട്ട് വരും. ഇവർക്ക് മുമ്പ് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. വർഷങ്ങളും പഴയ കേസുകളായിരിക്കും. ആ സമയം നോക്കിയിരിക്കുക. അതുകൊണ്ട് കെയർഫുള്ളായിരിക്കുക. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ കഴിയുന്ന യങ്സ്റ്റേഴ്സിനോട്, ചെറുപ്പക്കാരോട് പറയുന്നു, സ്ത്രീകളുമായിട്ടുള്ള ബന്ധം കുറച്ച് ശ്രദ്ധിക്കുക. അവർ ഫയറാണ്, ജോലിയാണ്, അവരേത് സമയത്തും പൊട്ടിത്തെറിക്കാം. അതൊരു ചാവേറുകളാണ്. അവർ സ്വയം പൊട്ടിമന അവർ ചാവേറുകളെക്കാളും മോശമായ രീതിയിൽ അവർ പ്രവർത്തിക്കും. അവർക്കറിയാം എവിടെ ആരെ എങ്ങനെ കണ്ടാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഇത് ഈ യങ് ജനറേഷനിൽ പെട്ടെന്ന് മുളച്ചു വരുന്ന ഈ രാഷ്ട്രീയ പയ്യന്മാർക്ക് അത് മനസ്സിലാകത്തില്ല. നാണക്കേടാണ്. കേരളത്തിൽ ഇങ്ങനെയുള്ള ഈ ആൾക്കാരെ കൊണ്ട് നാണക്കെട്ടിന് തല കുനിക്കേണ്ടിയിരിക്കുന്നു. പത്രക്കാർക്ക് ഇത് തന്നെ. പത്രക്കാരന്, ചാനലുകാരും സോഷ്യൽ മീഡിയക്കാരാണെങ്കിൽ അവർക്ക് ഇതൊരു ചാകരയാണ്. അവരിങ്ങനെ ഇങ്ങനെയുള്ള വല്ല കേസും ഉണ്ടോയെന്ന് തോന്നിറങ്ങി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നാണം കെട്ടവന്മാരാണ്. ഇവനൊക്കെ വൃത്തികേടെന്ന് വെച്ചാൽ അങ്ങേറ്റം ഇവനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പൊളൂട്ട് ചെയ്യുന്നത്. ഒരു ക്യാമറ ഷൂണും കൊണ്ടങ്ങോട്ട് നടക്കും. അത് ഇതെന്താണെന്ന് ഇല്ലാത്ത കഥകൾ പറയുക, അത് കുറച്ച് ചൂടാക്കും, അതിന് കുറച്ച് റീച്ച് കിട്ടണം. എന്തിനാണ് ഈ പണിക്കൊക്കെ പോകുന്നത്? ഇവനൊക്കെ തന്തയും തള്ളയും ഭാര്യയും മക്കളൊക്കെ ഇല്ലേ? ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിന് അതിൻ്റെ ഗുണദോഷങ്ങളൊന്ന് കാണുക. അത് നമ്മുടെ കുട്ടികളും കാണുന്ന വാർത്തകളാണ്, ശ്രവിക്കുകയാണ്. അവരെയും ക്രിമിനൽ സെൻസ് ഉള്ളവരാക്കി മാറ്റരുത്. അതുകൊണ്ട് വാർത്ത കൊടുക്കുന്നവർ ന്യൂസ് റീഡേഴ്സിനോടും പറയാണ്, കുറച്ച് മാന്യത കാണിക്കുക, സഭ്യമായ ഭാഷകൾ ഉപയോഗിക്കുക. ഞാൻ പേര് പറയുന്നില്ല, ചില ചാനലിൽ കാണിക്കുന്ന ഇത് ഒന്ന് കണ്ട അയ്യോ, അവരൊക്കെ ആണെങ്കിൽ അവരാണിപ്പോൾ പോലീസായിട്ട് കിടക്കുന്നത്, ഇൻവെസ്റ്റിഗേഷൻ ടീമായിട്ട് കിടക്കുന്നത്. ഒരു കാര്യവുമില്ല. ഇവൻ്റെ എല്ലാത്തിൻ്റെയും ബാക്കിൽ വലിയ ബാഡ് ട്രാക്ക് റെക്കോർഡുള്ളവരാണ് ഈ കൂടുതൽ ഈ പബ്ലിക്കിൽ വന്ന് വായാലോടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചാനലിൻ്റെ പേരും അവരുടെ പേരുകളൊന്നും പറയുന്നില്ല, നാണക്കേടാ. നമ്മൾ തന്നെ അത് ഇതായി പോകും. സോ എല്ലാവരോടും ഒന്ന് പറയുന്നു, ഈ കേരളത്തിൽ പലതും നടക്കും, ഇനിയും നടക്കാനുണ്ട്. ഇവിടെ കുറേ പെണ്ണുങ്ങളുണ്ട്, കുറച്ച് പുരുഷന്മാരുണ്ട്. എല്ലാം താന്തോന്നിത്തനം കാണിക്കാൻ വേണ്ടി നടക്കുന്നവന്മാരാണ്. ഇവർക്കൊന്ന് പബ്ലിക്കിനെ ഫൂളാക്കാൻ നടക്കുകയാണ്. പബ്ലിക്കിനെ ഫൂളാക്കുക. കുറച്ച് വായാലടിച്ച് കുറേ ചാനലിൽ അവിടെ ഒന്ന് സംസാരിച്ചാൽ കുറച്ച് നല്ല ഇതായ ഒരു ട്രെൻഡാണ് ചെറുപ്പക്കാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ടൈറ്റിൽ കയറി ഇങ്ങനെ പൊങ്ങിവരും. കൂടെ കുറേ പെണ്ണുങ്ങളും കൂടി ചേർന്നോളും. ഉള്ള എല്ലാ അലവലായിത്തരമൊക്കെ കാട്ടിക്കൂട്ടി അവസാനം ഗർഭചിത്രം അല്ലെങ്കിൽ ഗർഭം ധരിപ്പിക്കൽ, വിടപറച്ചിൽ, ഇതിലെല്ലാം കല്യാണം കഴിച്ച പെണ്ണുങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പെടുന്നത്. എന്നിട്ട് ഒരു അന്തസ്സായിട്ട് പോയി ആൾക്കാരോട് കംപ്ലയിൻറ്റ്, എന്നെ അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറഞ്ഞു. ഒന്ന് ഓർക്കുക, ഈ രണ്ടു കൂട്ടരും ഒരേ ലെവലിലുള്ളവരാണ്. ശിക്ഷ രണ്ടു കൂട്ടർക്കും കിട്ടേണ്ടതാണ്, ഒരാൾക്ക് മാത്രം പോരാ. ഇതങ്ങനെയാണെങ്കിൽ സ്ത്രീ പറയുന്നതിന് മുൻതൂക്കം കൊടുക്കാം, ആണിൻ്റെയും മുൻതൂക്കം കൊടുക്കാൻ ഏതാണ്? കോടതിക്ക് എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ സ്ത്രീ പരീക്ഷ ആവശ്യമാണ്. പക്ഷേ ഈ സ്ത്രീ ഏത് തരക്കാരിയാണെന്നുള്ളത് കൂടെ എല്ലാവരും ഒന്ന് അറിയേണ്ടതാണ്.
ഇങ്ങനെ ഇതൊരു ഗ്യാങ് തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഏതെങ്കിലും ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ കുറേ പെണ്ണുങ്ങൾ ആൾറെഡി തയ്യാറായി നിൽപ്പുണ്ട്. അവർക്ക് എന്തെങ്കിലും ആനുകൂല്യമൊക്കെ കിട്ടുമായിരിക്കും, സപ്പോർട്ടും കിട്ടും, വല്ല ജോലിയിലൊക്കെ കിട്ടുമായിരിക്കും. അതുകൊണ്ട് ഈ സ്ത്രീകളോടും പറയുന്നു, നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തെ ഇല്ലാതാക്കരുത്. നിങ്ങൾ ആരുടെ ഗർഭം വേണമെങ്കിൽ ധരിച്ചോളൂ, പക്ഷെ നിങ്ങളത് ചിന്തിക്കണം. പ്രത്യേകിച്ച് വിവാഹം കഴിച്ച സ്ത്രീകളോട് പറയാണ്, നിങ്ങൾ മൂലം മറ്റുള്ള സ്ത്രീകളെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ബുദ്ധിമുട്ടുണ്ട്, ദുഃഖമുണ്ട് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പറയേണ്ടി വരുന്നതിൽ. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള നേതാക്കന്മാരോടും പറയുന്നു, അതിൻ്റെ നടത്തിപ്പുകാരോടും പറയുന്നു, കുറച്ച് മാന്യത കാണിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷകൾ, ഇങ്ങനെ ആൾക്കാരെ പെരുപ്പിച്ച് കാണിക്കുന്ന പരിപാടികൾ, ഇതൊക്കെ ഒന്ന് സൗമ്യമായി കാണുക. നിങ്ങൾക്ക് ഒരുപാട് നല്ല വാർത്തകൾ കേൾക്കാനുണ്ട്. പ്രധാനപ്പെട്ട വാർത്തകൾ എൻ്റെ ഈ സ്ത്രീയും പെണ്ണുങ്ങളും തമ്മിലുള്ള അവരുടെ ഈ ശാരീരിക ബന്ധത്തെക്കുറിച്ച് അതിനെ അപ്ഡേറ്റ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ മഞ്ഞപ്പത്രം എന്ന് പറയും. ഇത് മഞ്ഞപ്പത്രത്തിനേക്കാളും വളരെ മോശമായ രീതിയിലാണ് ഇപ്പോഴത്തെ ചില മീഡിയക്കാർ കാട്ടിക്കൂട്ടുന്നത്. ഇതിന് ഒരു അന്ത്യം കൊടുക്കുക. കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് വാർത്തകൾ കൊടുക്കുക, സ്റ്റാൻഡേർഡായിട്ടുള്ള ന്യൂസ് കൊടുക്കുക. ഈ ഗർഭചിത്രവും പിന്നെ രണ്ടാം കെട്ടും ഇതൊക്കെ അല്ല, ഇതൊരു വാർത്തയായിട്ട് കാണരുത്. മോശമാണ്. നമ്മുടെ സംസ്കാരത്തെ വരെ നശിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുക്കാതിരിക്കുക. ചെറിയൊരു വാർത്തകൾ അങ്ങനെ പെരുപ്പിച്ച് അങ്ങ് കാണിക്കുക. ദുഃഖമുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.